ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഈ മെത്തേഡിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് 37 പേര്. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് പറയാം. നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ടെർമിനോളജീസ് ഒന്നും കൂടെ റീകളക്ട് ചെയ്യാം, ഒന്നും കൂടെ എല്ലാവരും വരുന്നവരെ. നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ് ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ്, മെത്തേഡ് ഓഫ് എന്തോ റെക്കോർഡിംഗ് ആണോ? സാർ പറയുന്നതെല്ലാം ബ്രേക്ക് ആയിട്ടായിരുന്നു കേട്ടോണ്ടിരുന്നത്. സാർ എന്തെങ്കിലും പറയായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ട്? ഞാൻ പറയുന്നുള്ളൂ, നെറ്റ് എന്തോ ഇഷ്യൂ അറിയില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? കുഴപ്പമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് നെറ്റിന് എന്തെങ്കിലും ഇഷ്യൂ വരുന്നതാണ്. ഞാൻ നോക്കട്ടെ, കുഴപ്പമുണ്ടെങ്കിൽ പറയുക, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഞാനൊന്നും പ്രധാനമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ആക്ച്വലി നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ്സ്, നമ്മൾ ഇതുവരെ 5 മെത്തേഡ്സ് ഓഫ് നമ്മൾ മെത്തേഡ് ഓഫ് സെക്ഷൻ പഠിച്ചു, മെത്തേഡ് ഓഫ് ജോയിൻസ് പഠിച്ചു, നമ്മൾ കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡ് പഠിച്ചു, യൂണിറ്റ് ലോഡ് മെത്തേഡ് പഠിച്ചു, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് പഠിച്ചു, നമ്മളിപ്പോൾ മൊമെന്റ് ഏരിയ മെത്തേഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. അപ്പോൾ ഇൻഡിറ്റർമിനസിയിലോട്ട് ഞാൻ ഇതുവരെ പോയില്ല. നമ്മൾ അടുത്തത് ഈ ഒരു മെത്തേഡും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ 5th മൊഡ്യൂളിൽ ആർച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പഠിക്കുന്നുണ്ട്. അത് നമ്മൾ ഡിറ്റർമിനേറ്റ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ അറ്റൻഡൻസ് ചെക്ക് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഓക്കെ, ഞാൻ റെക്കോർഡിങ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സൗണ്ടിന്റെ ഇഷ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ നെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ട്, നെറ്റിന്റെ സിഗ്നലിന് എന്തോ ഇഷ്യൂ ഉണ്ട്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ സ്ട്രെങ്ത് ഭയങ്കര ലോ ആവുന്നുണ്ട്. അപ്പോഴാണ് ഈ കണക്ഷൻ വിട്ടുപോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പ്രസന്റേഷൻ മോഡിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കാം. അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അയ്യോ, ഞാൻ ഈ മീറ്റിംഗ് ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഞാൻ മീറ്റിംഗിന് ലീവായി പോയി. ഞാനൊരു ക്വസ്റ്റ്യൻ വരയ്ക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? എനിക്ക് തീറ്റ ബിയും വേണം, എനിക്ക് വൈ ബിയും വേണം, ഇ ഐ ഈക്വൽ ടു കോൺസ്റ്റന്റ്. തീറ്റ ബിയും വൈ ബിയും വേണം, ഇ ഐ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ,
ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കോ. ഞാനും പാരലലി എക്സ്പ്ലെയിൻ ചെയ്യാം. അതേ പേര് ഞാൻ അറ്റൻഡൻസ് ചെക്ക് ചെയ്യാം. മീൻവൈൽ നിങ്ങൾ ചെയ്ത് തുടങ്ങി. കുറേ പേര് ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ഇലാസ്റ്റിക് കർവ്. ആദ്യം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ഇലാസ്റ്റിക് കർവ് ഓക്കെ. M/EI ഡയഗ്രാം. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ബീമിന്റെ ഇലാസ്റ്റിക് കർവ് എങ്ങനെ വരും എന്ന് ആർക്കെങ്കിലും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു പർട്ടിക്കുലർ ബീമിന്റെ ഇലാസ്റ്റിക് കർവ് എങ്ങനെ ആയിരിക്കും? ഞാൻ റെഡിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഫിക്സഡ് സപ്പോർട്ട് ആണ്. അപ്പോൾ ഇവിടെ അവിടെ ഞാനൊരു ടാൻജന്റ് വരയ്ക്കുവാണെങ്കിൽ എനിക്കത് ഹൊറിസോണ്ടലിയെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഫിക്സഡ് സപ്പോർട്ടിൽ ഞാൻ പാരബോള പോലെ ഞാൻ ഈ പോയിന്റ് വരെ വന്നു. ഓക്കെ, ഈ പോയിന്റ് വരെ വന്നു. അത് കഴിഞ്ഞിട്ട് ബേസിക്കലി ലോഡിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സോണാണ്. അപ്പോൾ ലോഡിംഗ് ഇല്ലാത്ത സോൺ ആയത് കാരണം അത് കഴിഞ്ഞിട്ട് ഇത് ബേസിക്കലി ഒരു സ്ട്രെയിറ്റ് ലൈനായി മാറും. ലോഡിംഗ് ഇല്ലാത്ത സോൺ ആയത് കാരണം അവിടെ ഒരു കാന്റിലിവർ ബീം എന്തായാലും ഇലാസ്റ്റിക് കർവ് നാച്ചുറലി അത് അവിടെ ഡിഫ്ലക്ട് ചെയ്യും. അതൊരു സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുക. അവിടെ ലോഡിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സോൺ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇലാസ്റ്റിക് കർവ്. അപ്പോൾ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഹോഗിങ് തന്നെയാണ് പാറ്റേൺ വരുന്നത്. അപ്പോൾ ഹോഗിങ് ആണ് നെഗറ്റീവ് ഹോഗിങ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ഞാൻ തൽക്കാലം ഈ ഒരു പോയിന്റ് ഞാൻ സി എന്ന് റെപ്രസെന്റ് ചെയ്യണം കേട്ടോ. AC എന്ന് പറയുന്ന ലെങ്ത് 2 മീറ്റർ. ഓക്കെ, എന്നിട്ട് ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു സ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് തീറ്റ ബി ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനിത് എങ്ങനെ പ്ലോട്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ആരെങ്കിലും വന്നിട്ടുണ്ട്? ഇല്ല, എല്ലാവരും 56. ഓക്കെ, ആദ്യം എനിക്ക് ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം CBയിൽ അവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മൊത്തം എങ്ങനെയായിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നതെന്ന് ആർക്കെങ്കിലും പറയാമോ? CBയുടെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ആക്സിസിൽ തന്നെ കാണും സ്ട്രേറ്റ് ലൈൻ. എന്നിട്ട് C to A പാരബോള പോലെ. കറക്റ്റ് ആണ്. C to A പാരബോള പോലെ. അപ്പോൾ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് പറയാമോ? WL²/2 5 into 2 into WL into L/2. അപ്പോൾ 10/EI. ഞാൻ EI കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ സൈൻ നെഗറ്റീവ്, ഹോഗിങ് ആയതുകൊണ്ട് ഞാൻ സൈൻ നെഗറ്റീവ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്കിനി തീറ്റ ബി കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് നാച്ചുറലി ഞാൻ ആദ്യം ഒരു ടാൻജന്റ് ഓക്കെ, ഞാൻ അവിടെ ഒരു ടാൻജന്റ് വരച്ചു. ഓക്കെ, tan A. ഓക്കെ, ഞാൻ ബിയിൽ അവിടെ ഒരു ടാൻജന്റ് ഞാൻ വരച്ചു. ബിയിൽ അവിടെ ഞാൻ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഈ ലൈനിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് തന്നെ പോകും. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആയതുകൊണ്ട് അതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് തന്നെ ടാൻജന്റ് പോകും. അപ്പോൾ ലിറ്ററലി ആ ടാൻജന്റ് പോയി ഇവിടെ മീറ്റ് ചെയ്യും. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിയുടെ അവിടെ നിന്ന് ബിയുടെ അവിടേക്ക് ഇലാസ്റ്റിക് കർവിന്റെ പാറ്റേൺ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയത് കാരണം
ഞാൻ ബിയിൽ അവിടെ നിന്ന് ടാൻജന്റ് വരച്ചാൽ അത് സിയിലൂടെ ടച്ച് ചെയ്ത് തന്നെ പോയിട്ടായിരിക്കും ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ടാൻജന്റ് എയിലോട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ ബിയും തീറ്റ സിയും എന്തായാലും ഈക്വൽ ആയിരിക്കും. കാരണം സി ബി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഞാൻ ബിയിൽ അവിടെ നിന്ന് വരയ്ക്കുന്ന സ്ലോപ്പും സിയിൽ അവിടെ നിന്ന് വരയ്ക്കുന്ന സ്ലോപ്പും ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ എനിക്ക് തീറ്റ ബിയും തീറ്റ സിയും ഒരു സെയിം സ്ലോപ്പാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു കൺക്ലൂഷൻ എനിക്ക് ഇലാസ്റ്റിക് കർവിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടത് വൈ ബിയും വേണം, അതുപോലെ തന്നെ തീറ്റ ബിയും വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തീറ്റ ബി ഇസ് ഈക്വൽ ടു തീറ്റ സി എന്ന് പറഞ്ഞൊരു കൺക്ലൂഷൻ മേക്ക് ചെയ്തു. പിന്നെ ഞാനിവിടെ യെല്ലോ കളറിൽ ഞാൻ നമ്മുടെ ടി ബി എ ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഡിഫ്ലക്ഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ അറിയണം. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ടി ബി എ റെപ്രസെന്റ് ചെയ്തു. ഹലോ, ഞാൻ പറയുന്ന സ്ക്രീൻ ഡിസ്പ്ലേ പോയായിരുന്നു? സാർ ഇപ്പൊ ഔട്ടായി, എന്നിട്ട് ഇപ്പൊ വീണ്ടും ജോയിൻ ആയതാണ്. കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ടും സാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്താണോ ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇതുവരെ കേട്ടെന്ന് പറയാവോ? ആ ടാൻജന്റ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് സ്ട്രേറ്റ് ലൈനിൽ പോയി മീറ്റ് ആകും എന്ന് പറഞ്ഞു, വരച്ച കണ്ടില്ല, അപ്പത്തേക്കും പോയി. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പോയോ? വീണ്ടും പോയോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പ്രസന്റേഷൻ മോഡിൽ പോകുമ്പോൾ ഞാൻ അറിയത്തില്ല കേട്ടോ ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാല് സി മുതൽ ബി വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇലാസ്റ്റിക് കർവ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ടാൻജന്റ് അറ്റ് എ വരച്ചു, അത് ഹൊറിസോണ്ടൽ ലൈൻ. ടാൻജന്റ് അറ്റ് ബി വരച്ചു, അപ്പൊ ടാൻജന്റ് അറ്റ് ബി ലിറ്ററലി ഈ ലൈനിനെ ഇലാസ്റ്റിക് കർവിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് തന്നെ ആയിരിക്കും പോകുന്നത്. എന്നിട്ട് അത് ഹൊറിസോണ്ടൽ എവിടെയെങ്കിലും പോയി മീറ്റ് ചെയ്യും. സി മുതൽ ബി വരെയുള്ള പോയിന്റിലെ ആ സൂപ്പർ ഇമ്പോസിങ് നടക്കത്തുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ സിയിൽ നിന്നൊരു ടാൻജന്റ് വരച്ചാലും ബിയിൽ നിന്നൊരു ടാൻജന്റ് വരച്ചാലും ഒരേ സ്ലോപ്പ് ആയിരിക്കും അത് മേക്ക് ചെയ്യുന്നത്, കാരണം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തീറ്റ ബി ഈസ് ഈക്വൽ ടു തീറ്റ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺക്ലൂഷൻ എനിക്ക് അവിടെ മേക്ക് ചെയ്യാം. അതായത് എനിക്ക് തീറ്റ സി എ കണ്ടുപിടിച്ചിട്ട് തീറ്റ സി മൈനസ് എ എടുത്താൽ എനിക്ക് തീറ്റ സി എന്ത് കിട്ടുന്നോ അത് തന്നെ ആയിരിക്കും എന്റെ തീറ്റ ബി എന്നുള്ള ഒരു കൺക്ലൂഷൻ എനിക്ക് മേക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ തീറ്റ ബി ഈസ് ഈക്വൽ ടു തീറ്റ സി ആണ് എന്ന് ഞാൻ ഇലാസ്റ്റിക് കർവിൽ നിന്ന് കാണിച്ചു. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ യെല്ലോയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ടി ബി എ, എനിക്ക് ഡിഫ്ലക്ഷൻ അറ്റ് ബിയും ബ്രേക്കായി ഒന്നും കേട്ടൂടാ, മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ്, ഞാന് കണക്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ആ പോർഷൻ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, കണക്ഷൻ ഇനി പോവുകയാണെങ്കിൽ എനിക്ക് നാളെ ഞാൻ ക്ലാസ് എടുക്കുന്ന പൊസിഷൻ റൂമിൽ നിന്നൊന്ന് മാറണം. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി സിഗ്നൽ സ്ട്രെങ്ത് കുറവാണ്. ഞാൻ മോഡത്തിന്റെ അത്യാവശ്യം നല്ല ദൂരത്തായിരിക്കുന്നത്. ക്വാറന്റൈൻ ഇരിക്കുന്നതുകൊണ്ട് മാറാൻ പറ്റാത്തൊരു സാഹചര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഞാൻ പറയാം. സി മുതൽ ബി വരെയുള്ള ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്.
അപ്പോൾ അവിടെ ലോഡിംഗ് ഒന്നും ഇല്ല. ഞാൻ എ ഒരു ടാൻജന്റ് വരച്ചാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എനിക്ക് കിട്ടും. ഞാൻ ബിയിൽ ഒരു ടാൻജന്റ് വരച്ചാൽ അത് സി മുതൽ സി ബി എന്ന് പറയുന്ന ഇലാസ്റ്റിക് കർവിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് തന്നെ ആയിരിക്കും ആ ടാൻജന്റ് പോകുന്നത്. അതിനുശേഷം അത് പോയി എന്റെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എന്റെ ടാൻജന്റ് എയുടെ ലൈൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ആയിട്ട് എവിടെയെങ്കിലും ചെന്ന് മീറ്റ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മേക്ക് ചെയ്യാവുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സിയിൽ ഒരു ടാൻജന്റ് വരച്ചാലും ഞാൻ ബിയിൽ ഒരു ടാൻജന്റ് വരച്ചാലും രണ്ടും ഒരേ സ്ലോപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം സി ബി ഇസ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻ ഇലാസ്റ്റിക് കർവ്. അപ്പൊ ഒരേ സ്ലോപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി എനിക്ക് തീറ്റ ബി ഇസ് ഈക്വൽ ടു തീറ്റ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റ സി എ കണ്ടുപിടിച്ചാൽ എനിക്ക് തീറ്റ സി മൈനസ് എ കണ്ടുപിടിക്കുകയും തീറ്റ സിക്ക് എന്ത് വാല്യൂ കിട്ടുന്നോ അത് തന്നെ എന്റെ തീറ്റ ബിയുടെ വാല്യൂ ആവും എന്നുള്ള ഒരു കൺക്ലൂഷൻ എനിക്ക് അവിടെ മേക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഈ യെല്ലോ കളറിൽ വരച്ചിരിക്കുന്നത് ടി ബി എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിഫ്ലക്ഷൻ ആണ്. ടാൻജന്റ് അറ്റ് എയും ടാൻജന്റ് അറ്റ് ബിയും തമ്മിലുള്ള ആ മൊത്തം ഇലാസ്റ്റിക് കർവ് ഓഫർ ചെയ്യുന്ന ഡിഫ്ലക്ഷൻ. ഈ ടി ബി എ തന്നെ ആയിരിക്കും എന്റെ വൈ ബി എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ വൈ ബി ബി എന്ന് പറയുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ഓഫ് ഇലാസ്റ്റിക് കർവ് വൈ ബി തന്നെ ആയിരിക്കും. അപ്പോ എനിക്ക് ഇതുവരെ ഞാൻ പറഞ്ഞ കേട്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് കേട്ടോ? ഓക്കെ. അപ്പൊ ഞാൻ ടി ബി എ ഇസ് ഈക്വൽ ടു വൈ ബി എന്ന് പറഞ്ഞൊരു കൺക്ലൂഷൻ മേക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിൽ ഞാൻ -10/EI എന്ന് പറഞ്ഞിട്ടുള്ള മാഗ്നിറ്റ്യൂഡും ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ 0. ഓക്കെ. അപ്പൊ എനിക്ക് ഇനി തീറ്റ ഇവിടെ ഓക്കെ ഞാൻ തീറ്റ സി എ എഴുതുവാണെങ്കിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു തീറ്റ സി എ ഈക്വൽ ടു തീറ്റ സി മൈനസ് തീറ്റ എ ഈക്വൽ ടു ഏരിയ ബിറ്റ്വീൻ എ ആൻഡ് സി ഇൻ M/EI ഡയഗ്രാം. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തീറ്റ എ എന്ന് പറയുന്നത് 0 ആണ്, സപ്പോർട്ടാണ്, അവിടെ 0 ആണ്. തീറ്റ സിക്ക് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അത് നെഗറ്റീവിലാണ് കിട്ടും അല്ലെ. തീറ്റ സിക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഇനി വൈ ബി കണ്ടുപിടിക്കണമെങ്കിൽ ഇലാസ്റ്റിക് കർവിൽ നിന്ന് വൈ ബി തന്നെയാണ് ടി ബി എന്ന് കൺക്ലൂഷൻ മേക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ ഇൻറ്റു ഏരിയ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇവിടെ പറയാനായിട്ട് നമുക്ക് നമ്മുടെ സി മുതൽ ബി വരെ നമുക്ക് ഒരു പരിപാടിയില്ല. അപ്പൊ നമുക്ക് ബേസിക്കലി എ ആൻഡ് സിയുടെ ഏരിയ തന്നെയാണ് എ ആൻഡ് ബിയുടെയും ഏരിയ. എക്സ് ബാർ കണ്ടുപിടിക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ ഇൻറ്റു ഏരിയ ചെയ്യാൻ വേണ്ടി എക്സ് ബാർ കണ്ടുപിടിക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബിയിൽ നിന്ന് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ലിവറാം എടുക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ഒരു കൺസിഡറേഷനും കൂടി എടുത്തിട്ട് വേണം വൈ ബി കണ്ടുപിടിക്കാൻ. അപ്പൊ എനിക്ക് തീറ്റ ബിയും വൈ ബിയും നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ച് പറയുക. ഞാൻ ഇതുവരെ പറഞ്ഞത് കേട്ടോ? ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ? കേട്ടു. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോ. അതായത് ഈ പ്രോബ്ലത്തിന്റെ തീറ്റ ബിയും വൈ ബിയും കണ്ടുപിടിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ അറ്റൻഡൻസ് നോക്കാം. അഞ്ജലി ജയകുമാർ ഉണ്ടോ? അപർണ സുനിൽ ഉണ്ടോ? ഗായത്രി ഇല്ല. ഗായത്രി ഉണ്ടോ?
40. നന്ദന ഉണ്ടോ? നന്ദന കൃപയുടെ ഡിവൈസിൽ നിന്നാണ് കയറുന്നതെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നന്ദന ഉണ്ടോ? ഇല്ലേ? സ്നേഹ വി എസ് ഉണ്ടോ? സ്നേഹ വി എസ് ഇല്ലേ? വി ആണോ സാർ? വി എസ് ആണോ? സ്നേഹ വി എസ് ഉണ്ട്. സ്നേഹ വി ആണ് അല്ല എല്ലാരും വന്നു. ഓക്കെ. സ്നേഹ വി എസ് ആരാ? സ്നേഹ 51 ഇല്ല. ഇല്ല ഇല്ല. സ്നേഹ വി എസ് ഇല്ല. CSC Okay, as of now, Sneha VS വന്നു. സാർ ഞാൻ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഞാൻ ഇറങ്ങിപ്പോയി. ഇപ്പാണ് കേറാൻ പറ്റിയത്. ഓക്കെ. ഞാൻ നോട്ട് ചെയ്തു. നന്ദന AJ മാത്രമേ ഞാൻ ആബ്സെന്റ് എഴുതിയിട്ടുള്ളൂ. നന്ദന AJ, ഗായത്രി ജി, അഞ്ജലി ജയകുമാർ, അപർണ സുനിൽ, ഇത്രയും പേരാണ് ആബ്സെന്റ്. ഓക്കെ. ഓക്കെ. തീറ്റ സി എത്രയാണ്? അത് തീറ്റ സി തന്നെയാണ്. തീറ്റ ബി അത് എത്രയാണ് വാല്യൂ എന്ന് പറയുക. YB-യുടെ വാല്യൂ പറയുക. തീറ്റ സി എന്ന് പറയുമ്പോഴത്തേക്കും 1/3 ഇൻറ്റു -10/EI ഇൻറ്റു 2. YB ഞാൻ ഇവിടെ എഴുതാം. YB-യുടെ വാല്യൂ ആർക്കെങ്കിലും കിട്ടിയോ? YB-യുടെ വാല്യൂ ഞാൻ വീണ്ടും ഓഡിബിൾ അല്ലേ? YB -30/EI. -30/EI. ഓക്കെ. YB എന്ന് പറയുമ്പോഴത്തേക്കും 1/3 ഇൻറ്റു -10/EI ഇൻറ്റു 2, പിന്നെ L/4, 3L/4, 3/4 ഇൻറ്റു 2 പ്ലസ് 3 -30/EI. YB എന്ന് പറയുന്നത് -30. ഈ ലിവർ ആം കാൽക്കുലേറ്റ് ചെയ്തത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 1/3 ഇൻറ്റു 1/3 BH ആണ് ഈ ഒരു പാരബോളിക് ഷേപ്പിന്റെ ഏരിയ. അതാണ് ഞാൻ ഇവിടെ 1/3 ഇൻറ്റു -10/EI ഇൻറ്റു 2 എന്ന് എഴുതിയത്. പിന്നെ എനിക്ക് വേണ്ടത് ബി എന്ന് പറയുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഞാൻ ഈ ലിവർ ആം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബിയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പാരബോളിക് ഷേപ്പിന്റെ അപ്പെക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 3/4 ഇൻറ്റു H ആണ്. ഇവിടെ H എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതാണ് 3/4 ഇൻറ്റു 2 എന്ന് എഴുതിയത്. അത് ഈ സി എന്ന് പറയുന്ന, ഇത് O അല്ല കേട്ടോ, ഞാൻ 0 മൊമെന്റ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. സി എന്ന് പറയുന്ന പോയിന്റ് വരെ അത് വരുള്ളൂ. ബാക്കിയുള്ള 2 മീറ്ററും ബാക്കിയുള്ള 3 മീറ്ററും കൂടെ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും YB എന്ന് പറയുന്നത് -30/EI എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. YB എന്ന് പറയുന്നത്. ഓക്കെ. വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ബേസിക്കലി സോൾവ് ചെയ്യണമെങ്കിൽ ഇലാസ്റ്റിക് കർവ് അറിയണം, ഇലാസ്റ്റിക് കർവ് വരയ്ക്കണം, ടാൻജൻസ് വരയ്ക്കണം. ടാൻജൻസ് വരച്ചിട്ട് സ്ലോപ്പും ഡിഫ്ലക്ഷനും ഒക്കെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റൂല. ഈ മെത്തേഡിൽ ചില കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. ആ ലെവലിലുള്ള പ്രോബ്ലം ഒന്നും നിങ്ങൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സിലബസിൽ അത് പറഞ്ഞിട്ടില്ല, ഈവൻ ഗേറ്റിനും അത് ചോദിക്കാറില്ല. എന്നാലും നമുക്ക് പറ്റാവുന്ന മാക്സിമം പ്രോബ്ലംസ് നമുക്ക് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു പ്രോബ്ലം അത് വരച്ചിട്ട് ഒരു പ്രോബ്ലം ഞാൻ വരയ്ക്കാം. അപ്പോൾ ഇവിടെ സെയിം കാന്റിലിവർ തന്നെയാണ്. ഞാനിവിടെ UDL ഇവിടെ വരച്ചു. ഇതിൻ്റെ മൊത്തം 6 മീറ്റർ, 6 മീറ്റർ, ഇവിടെ 3 മീറ്റർ. ഈ ലോഡ് എന്ന് പറയുന്നത് 5 kN/m. എനിക്ക് വേണ്ടത് തീറ്റ ബി തന്നെയാണ്. എനിക്ക് വേണ്ടത് തീറ്റ ബി വേണം, YB വേണം. EI ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, അപർണ സുനിൽ ഇല്ലല്ലോ, അപർണ സുനിൽ ഇല്ല, നന്ദനയും ഇല്ല. എന്തോ 20 ഞാൻ കണ്ടു, ഞാൻ നോട്ട് ചെയ്തു. ഹലോ ഇതാരാ പിള്ളേരൊക്കെ? ഓക്കെ, എന്തോ കേട്ടില്ല. അല്ല സർ 20% 20 ഞാൻ നോട്ട് ചെയ്തു. അതിനകത്ത് ഏതോ ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം കേട്ടു കേട്ടോ, ഹലോ എന്ന് പറഞ്ഞിട്ടാണ്. അയ്യോ സാർ എന്റെ നല്ലത് വേഗം ഇവിടുന്ന് വന്നേന്. ഓക്കെ, കുഴപ്പമില്ല. ഇതാരെ ഇടയ്ക്കിടയ്ക്ക് ആരും ശ്രദ്ധിക്കുക കേട്ടോ, ഏതോ കൊച്ചുകുട്ടി അതിൻ്റെ ഇടയിൽ ആരോ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഹലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മനസ്സിലായ ഒരു പ്രൊസീജിയറിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഞാനിവിടെ പതുക്കെ അത് വരച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോ ബെൻഡിങ് M/EI ഡയഗ്രാം. ഇലാസ്റ്റിക് കർവ് വരയ്ക്കുമ്പോൾ എനിക്ക് ഞാൻ ഈ പോയിന്റിൽ സി റെപ്രസെന്റ് ചെയ്ത് 6 മീറ്റർ ആണ്. ഇലാസ്റ്റിക് കർവ് വരയ്ക്കുമ്പോൾ എനിക്ക് ഇവിടെ AC അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റൂല. നേരത്തെ പോലെ അല്ല, നേരത്തെ അത് ഫ്രീ എൻഡിൽ അത് വന്നത് കൊണ്ടാണ് അവിടെ ലോഡിങ്ങിന്റെ കൺസിഡറേഷൻ വരാത്തത്. ഇവിടെ അങ്ങനെയല്ല, ഇത് ഇൻസൈഡിലാണ് ബ്ലാങ്ക് സ്പേസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഇലാസ്റ്റിക് കർവ് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇലാസ്റ്റിക് കർവ് ഏത് അവിടെ 0 തന്നെ ആയിരിക്കും. ഇത് ഫുൾ കർവാണ്, ഇത് ഫുള്ള് കർവാന്ന് തോന്നുന്നില്ലല്ലോ. ഓക്കെ, ഇത് ഫുള്ള് ഒരു കർവായിട്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് കർവ് വരച്ചു. ഇത് ഒരിക്കൽ വന്നല്ലേ അഞ്ജലി? ഓക്കെ, ഇലാസ്റ്റിക് കർവ് വരച്ചു. ഇനി ഞാൻ ടാൻജന്റ് വരയ്ക്കാം. ഞാൻ ടാൻജന്റ് അറ്റ് A വരച്ചു, ടാൻജന്റ് അറ്റ് A വരച്ചു, ടാൻജന്റ് അറ്റ് B വരച്ചു,
ടാൻജന്റ് അറ്റ് ബി വരച്ചു. ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്യില്ല ആക്ച്വലി, അത് കർവാണ്. ഞാൻ വരച്ചത് കർവ് ഒന്നുകൂടെ വരയ്ക്കാം. ടാൻജന്റ് അറ്റ് ബി ഞാൻ വരച്ചു, ടാൻജന്റ് അറ്റ് എ വരച്ചു. അപ്പൊ എനിക്കിവിടെ മൈക്ക് ശ്രദ്ധിക്കുക, എനിക്കിവിടെ ടാൻജന്റ് അറ്റ് എയും ബിയും വരച്ചു. ഇവിടത്തെ ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തു, തീറ്റ ബി എ എന്ന് പറഞ്ഞിട്ട് ആംഗിൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. തീറ്റ ബി എ എനിക്ക് കണ്ടുപിടിച്ചാൽ എനിക്ക് ബി കിട്ടും. എ ഓൾറെഡി 0 ആണ്. ഇവിടെ ഞാനൊരു വെർട്ടിക്കൽ വരച്ചു കഴിഞ്ഞാൽ അതെന്റെ ടി ബി എ ആണ്. ടാൻജന്റ് ബിയും ടാൻജന്റ് എയും കണക്ട് ആവുന്ന മാക്സിമം ഡിസ്റ്റൻസ് ഇത് തന്നെയായിരിക്കും ഈ കേസിൽ എന്റെ വൈ ബി എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ ടി ബി എ കണ്ടുപിടിച്ചാൽ എനിക്ക് വൈ ബി എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ ബേസിക്കലി ഇലാസ്റ്റിക് കർവിൽ നിന്ന് എനിക്ക് തീറ്റ ബിയും കണ്ടുപിടിക്കാം, വൈ ബിയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് എനിക്ക് അറിയേണ്ടത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പറയുക. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആർക്കെങ്കിലും പറയാമോ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എനിവൺ? ഞാൻ ഓഡിബിൾ അല്ലേ? ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാൻ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ് സാർ. ഓക്കെ ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമേ ഒന്ന് ആർക്കെങ്കിലും പറയാമോ? അത് അറിഞ്ഞൂടാത്തോണ്ടാണോ മിണ്ടായിരിക്കുന്നത്? രണ്ട് പാരബോള അടുത്തടുത്ത് താഴെ അങ്ങനെ കേട്ടില്ല. പാരബോള അല്ലേ? പാരബോള ഫുള്ളി പാരബോളയാണോ? B2 നടുക്കത്തെ വരെ പാരബോള, അത് കഴിഞ്ഞ ഒരു സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അതായത് പാരബോളയാണ് ബി ടു സി വരെ. സി ഞാൻ നടുക്കത്തെ പോയിന്റ് സി എന്ന് റെപ്രസെന്റ് ചെയ്തേ. ബി ടു സി വരെ എനിക്ക് പാരബോള ആയിട്ട് കിട്ടും. ബി ടു സി വരെ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പിന്നീട് കിട്ടുക. ഓക്കെ, ബി ടു സി വരെ പാരബോളയും അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ബി ടു സി ഇത് എന്തായാലും ഹോഗിങ് പ്രൊഫൈലാണ്. ഹോഗിങ് പ്രൊഫൈൽ ആയത് കാരണം ഞാൻ നെഗറ്റീവ് സൈന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഹോഗിങ് പ്രൊഫൈൽ ആയത് കാരണം ഞാൻ നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ സിയുടെ അവിടുത്തെ മൊമെന്റ് വാല്യൂ എത്രയാണെന്ന് പറയാമോ? സിയുടെ അവിടുത്തെ W L²/2 എത്രയാ? 22.5/EI. ഇവിടുത്തെ മൊമെന്റ് വാല്യൂ ഒന്ന് പറയാമോ? (22.5/EI) W L²/2 5 into 3 into 3/2 by EI. ഞാൻ M/EI ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഞാൻ by EI കൊണ്ട് ഡിവൈഡ് ചെയ്തു. എനിക്ക് എയിലെ മൊമെന്റ് വാല്യൂ എന്ന് പറയാമോ? എയിലെ മൊമെന്റ് വാല്യൂ 45/EI. 45/EI അല്ല സർ, -67.5/EI. 5 into 3 into 3/2 plus 3 എത്രയാ വരുന്നത്? -67.5. മൈനസ് 67. -67.5. -67.5/EI. അതായത് 5 into 5 ഇതിനെ ഞാൻ 5 into 3 into 3/2 ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുക. അതായത് ഈ ഒരു UDL-നെ
ഈ ഒരു UDL നെ ഞാനൊരു പോയിന്റ് ലോഡായിട്ട് മാറ്റുവാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 5 × 3, അതായത് 5 കിലോ ന്യൂട്ടൺ 1 മീറ്ററിലുണ്ട്. അതാണ് UDLന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ 3 മീറ്ററിൽ വരുമ്പോഴത്തേക്കും അത് 15 കിലോ ന്യൂട്ടൺ ആവും. അത് എവിടെ ആക്ട് ചെയ്യും? ഇതിന്റെ സെന്ററിൽ ആക്ട് ചെയ്യും. അപ്പൊ സെന്റർ എന്ന് പറഞ്ഞാൽ 3/2 വിച്ച് ഇസ് 1.5. പിന്നെ ഒരു 3 ഉണ്ട്. അപ്പൊ 3 + 1.5 4.5. 15 × 4.5 ആണ് നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി. അതാണ് ഈ 67.5 എന്ന് പറഞ്ഞ് വരുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, UDL എടുക്കുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് 1 മീറ്ററിൽ 5 കിലോ ന്യൂട്ടൺ ലോഡ്. അങ്ങനെ 3 മീറ്ററിലും ഈ 5 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ട്. അപ്പോൾ 3 മീറ്റർ സ്പാന് വരുമ്പോഴത്തേക്കും അതിനെ ഒരു പോയിന്റ് ലോഡായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്താൽ 3 × 5 15 കിലോ ന്യൂട്ടൺ. അതിനെ പോയിന്റ് ലോഡായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ UDLന്റെ നടുക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ നടുക്കെന്ന് പറഞ്ഞാൽ 3/2 കൊണ്ടുവയ്ക്കും. സിയിൽ നിന്ന് 1.5 മീറ്റർ മാറി. അപ്പൊ സിയിൽ നിന്ന് 1.5 മീറ്റർ മാറി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് 3 + 1.5 അതായത് 4.5 മീറ്റർ മാറി 15 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡ് ഞാൻ ആ UDLനെ ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. 15 × 4.5 എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡിലുള്ള മൊമെന്റ് ആയിരിക്കും എ എന്ന് പറയുന്ന പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുക. അതാണ് 67.5/EI എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ ഷേപ്പ് കിട്ടി. മൊത്തത്തിൽ EI കൊണ്ട് ഡിവൈഡ് ചെയ്ത് M/EI ഡയഗ്രാം ആയിട്ട് ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്തു. ഫോഗിങ് ആയത് കാരണം ഞാൻ നെഗറ്റീവ് വാല്യൂ എഴുതി. ഓക്കെ, ഇനി എനിക്ക് θBA കണ്ടുപിടിക്കണമെങ്കിൽ θB - θA which is equal to θA 0 തന്നെ ആയിരിക്കും, which is equal to θB which is equal to area between A and B in M/EI ഡയഗ്രാം. അതായത് ഈ മൊത്തം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിന്റെ ഏരിയ, മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കണം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതായത് ഇത് പാരബോള ഒരെണ്ണം, ഒരു റെക്ടാങ്കിൾ ഒരെണ്ണം, ഒരു ട്രയാങ്കിൾ ഒരെണ്ണം, അങ്ങനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് വേണം പറയാനായിട്ട്. θBA എത്രയാണെന്ന് പറയണേ, θBA. അതുപോലെ ഞാൻ YBA പറഞ്ഞാൽ YBA ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ TBA തന്നെയാണ് എൻ്റെ YB എന്ന് പറയുന്നത്. സോറി, TBA ആണ് എൻ്റെ YB എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊത്തം ഷേപ്പിന്റെ BA ആണ്, TBA ആണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു മൊത്തം ഷേപ്പിന്റെ ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു, അല്ലെങ്കിൽ ഈ മൊത്തം ഷേപ്പിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ആ സെൻട്രോയിഡ് എത്ര ഡിസ്റ്റൻസിലാണെന്ന് നോക്കുക. അപ്പൊ അതും ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഈ ഏരിയ എടുക്കുക, അതിന്റെ സെൻട്രോയിഡ് നോക്കുക. ഈ ഏരിയ എടുക്കുക, അതിന്റെ സെൻട്രോയിഡ് നോക്കുക. ഈ ഏരിയ എടുക്കുക, അതിന്റെ സെൻട്രോയിഡ് നോക്കുക. എല്ലാം വിത്ത് റെസ്പെക്ട് ടു B. അങ്ങനെ ചെയ്തിട്ട് വേണം YB അല്ലെങ്കിൽ TBA വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, കാന്റിലിവർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് M/EI ഡയഗ്രാം, മൊമെന്റ് ഏരിയ മെത്തേഡ് വെച്ച് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ടുള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് കുറച്ച് പാടാണ്. നമ്മൾ സിംപ്ലി സപ്പോർട്ടിന്റെ ഫർദർ പ്രോബ്ലംസും ഓവർ ഹാങ്ങിങ്ങിന്റെ 1-2 പ്രോബ്ലവും നമുക്ക് ഒന്ന് നോക്കണം. അപ്പോഴത്തേക്ക് അത്രയും പഠിച്ചാൽ മതി. അത്രയേ ഉള്ളൂ ഡിറ്റർമിനന്റ് സ്ട്രക്ചറിന്റെ കോമ്പിനേഷൻസ്. ഓക്കെ, എനിക്ക് θBയും കണ്ടുപിടിക്കണം, YBയും കണ്ടുപിടിച്ചതാണ്. ഞാൻ ഈ എഴുതിയിരിക്കുന്നത് മാറ്റുവാണ്.
area is equal to 1 by 3 into minus 22.5 by EI into 3 plus 22.5 by EI into 3 plus half into minus of 67.5 minus 22.5 by EI half UH into 3. ഇതാണ് എൻ്റെ ഏരിയ. ഓക്കെ, തീറ്റ ബി എ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, തീറ്റ ബി എ എത്ര കിട്ടിയെന്ന് പറയാമോ? 157.5. 157 minus 157.5 by EI minus 157.5 by EI. ഇനി വൈ ബി ശ്രദ്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ ഷേപ്പിൻ്റെയും സെപ്പറേറ്റ് എടുക്കണം. ഈ മൊത്തം ഷേപ്പിൻ്റെ എടുക്കാൻ പാടാം. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷേപ്പിലോട്ട് മാറ്റിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുമ്പോൾ വൈ ബി എന്ന് പറയുമ്പോൾ 1/3 minus 22.5 by EI into 3 into 3/4 into 3 plus minus 22.5 by EI into 3 into 3/2 plus 3 plus half into minus of 67.5 minus 22.5 by EI into 3 into 2/3 into 3 plus 3. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടും വൈ ബിയുടെ വാല്യൂവും കൂടി എത്രയാണ് കണ്ടുപിടിച്ച് പറയാം. 2 മണിക്ക് നിങ്ങൾക്ക് ലാബ് ഉണ്ടല്ലേ. ഞാൻ ഈ പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിംപ്ലി സപ്പോർട്ടഡ് സ്റ്റാർട്ട് ചെയ്യാം. കാൻഡിലിവർ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ചുമ്മാ എക്സ്ട്രാ വർക്കൗട്ട് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പോയിന്റ്സിൽ നിങ്ങൾക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്കാം. റാൻഡം ആയിട്ടുള്ള പോയിന്റ്സിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്കാം. ചില പോയിന്റ്സ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അത് പ്രീഡിറ്റർമിൻഡ് ആയിട്ട് എനിക്കൊരു കേസ് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് അൺനോൺസ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ചില കേസസിൽ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് യുവർ ചോയ്സ് ഒരെണ്ണം എടുത്ത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ മെത്തേഡ്സ് പഠിച്ചല്ലോ, കാസ്റ്റിഗ്ലിയാനോയുടെയും ഡബിൾ ഇൻ്റഗ്രേഷൻ്റെയൊക്കെ. ആ മെത്തേഡ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് വളരെ സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ആ ലെവലിലോട്ടൊക്കെ. ഞാനതിൽ അസൈൻമെന്റ് ഒന്നും ഞാനത് പറയുന്നില്ല. അസൈൻമെന്റ് ഞാൻ എക്സ്ക്ലൂസീവ്ലി വേറെ ക്വസ്റ്റ്യൻസ് തരാം. ഞാൻ അസൈൻമെന്റ് ആകെ പറഞ്ഞത് നമ്മൾ ഡബിൾ ഇന്റഗ്രേഷനിൽ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് വരയ്ക്കാനാണ്. ഓക്കെ, വൈ ബി എത്രയെന്ന് കണ്ടുപിടിച്ച് പറയണേ കിട്ടിയാൽ. ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ തന്നെയാണ്, അത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വാല്യൂ ആക്കിയാൽ മതി.
ഞാൻ വീഡിയോ ക്വാളിറ്റി കുറയ്ക്കാൻ മറന്നുപോയി. ഓക്കെ, അടുത്തതാണ് തൊട്ട് ചെയ്യാം. ഓക്കെ, ഈ മെത്തേഡ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ ഇതുവരെ? കമ്പാരിറ്റീവ്ലി മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, വൈബിയുടെ വാല്യൂ എന്ന് പറയാവോ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ? വൈബി നല്ല വൃത്തിയായിട്ട് ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ആയതുകൊണ്ട് നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ പിന്നീട് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ ഈ മെത്തേഡ് പഠിക്കാൻ സപ്പോസ് തോന്നിയ, കാരണം പ്രത്യേകിച്ച് ഇലാസ്റ്റിക് കർവിൽ വരയ്ക്കുന്നത് ഒന്ന് രണ്ട് കളർ മാറ്റി വരച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അത് പെട്ടെന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ഇലാസ്റ്റിക് കർവിനെ വരയ്ക്കാൻ ഒരു കളറ്, ടാൻജൻസിനെ വരയ്ക്കാൻ ഒരു കളർ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ മൊത്തം ക്വസ്റ്റ്യൻ അല്ലാതെ വരയ്ക്കാൻ ഒരു കളർ, ആ ഒരു ഡിസ്റ്റിങ്ക്വിഷൻ എപ്പോഴും നല്ലതായിരിക്കും. 3 കളർ മതി. 3 കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ മൊത്തം കുറെ ആയിപ്പോ ഒരുമാതിരി. റെഡ് എന്ന് പറഞ്ഞ കളറ് പ്രത്യേകിച്ച് നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കുക. റിവൈസ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് റെഡ് എഴുതുന്ന, ഫോർമുല ബോക്സ് ചെയ്യാൻ, ഫൈനൽ ഫോർമുല എടുത്തെഴുതാൻ, അങ്ങനെയൊക്കെ റെഡ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, വൈബി വാല്യൂ ഉണ്ടോ? വൈബി വാല്യൂ കുറഞ്ഞ വാല്യൂ വൈബി വാല്യൂ ഞാൻ ഇവിടെ പറയുന്നൊക്കെ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ. 658.125 അത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. വേറെ ആർക്കെങ്കിലും ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 658.125 ആണോ ബാക്കി എല്ലാവർക്കും കിട്ടിയത്? ആരൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറയുന്ന കേട്ടൂടെ? ഞാൻ പറയുന്ന ഓഡിബിൾ അല്ലേ? കേൾക്കാം. എല്ലാരും ഈ മെത്തേഡ് ഡ്രോപ്പ് ചെയ്തതെന്ന് തോന്നുന്നു. 658.125. ഓക്കെ, ഞാൻ ആ വാല്യൂ വേറെ ആരും റിപ്പീറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ഞാൻ 658.125 എന്ന് പറഞ്ഞ വാല്യൂ ഫൈനലൈസ് ചെയ്യുക. ഓക്കെ, ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കുക. നമുക്ക് നോക്കാം. 658.125/EI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ വാല്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് മിക്കവാറും നാളത്തെ ഒരു ക്ലാസ്സും ഫ്രൈഡേത്തെ ക്ലാസ്സും കൂടി ആകുമ്പോഴത്തേക്കും ഈ മെത്തേഡ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കവർ ആവും. ഈ മെത്തേഡ് ഓക്കെ, ഇതിപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ റെക്കോർഡഡ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്തേക്കാം. അപ്ലോഡ് ആവുന്നില്ല, നെറ്റിൻ്റെ എന്തോ കണക്ഷൻ പോകുന്ന കാരണം അപ്ലോഡ് ആവുന്നില്ല. ഞാൻ എപ്പോഴാന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്തേക്കാം, ഈ രണ്ടും കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 3 മണിക്ക് ലാബ് എനിക്ക് എല്ലാവരും ഇപ്പോഴും റെക്കോർഡ് സബ്മിഷൻ നടത്തിയിട്ടില്ല. ഞാൻ ആരും ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക, എനിക്ക് ഇനിയും കിട്ടാനുണ്ട് സബ്മിഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണേ. എല്ലാവർക്കും താങ്ക് യു.